ഈശ്വര, അരുന്ധതി മേഡമാണല്ലോ വരുന്നത്. ഇന്നിവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? എന്താ വാസുദേവൻ, എന്താ ദേവകി, എല്ലാവരും പേടിച്ചിട്ടെന്ന പോലെ? വീട്ടിൽ വന്ന ആളിനോട് ഒന്ന് ഇരിക്കാനെങ്കിലും പറയണ്ടേ? അത് കരാറിനെ കുറിച്ച് പറയാൻ വന്നോന്നാണോ കരുതുന്നേ? ഞാനെന്താ അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവളാ? ശ്യാമയ്ക്കൊരു അത്യാഹിതം വന്നതറിഞ്ഞ് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. പക്ഷെ ഒരു കാര്യം, കരാറിന്റെ കാര്യത്തില് ശ്യാമ കാണിച്ചത് മഹാമോശപ്പെട്ട പ്രവൃത്തിയായി പോയി. എന്ത് മോശപ്പെട്ട പ്രവൃത്തി? ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് സംഭവിച്ചു പോകുന്നതാ. ഞാൻ ഇപ്പൊ വന്നതേ ശ്യാമയെ ഒന്ന് ആശ്വസിപ്പിക്കാനാ. ശ്യാമ എവിടെ? സത്യം പറഞ്ഞ മാഡം, ഇപ്പോഴാ ശ്വാസവും നേരെ വേണത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട മോളെ ശ്യാമേ. വേണ്ട, ശ്യാമ മുറിയിലുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം, ഇങ്ങോട്ട് വിളിക്കണ്ട. കൃഷ്ണ തുളസി, കൃഷ്ണ തുളസി പ്രാർത്ഥിക്കുകയാണല്ലേ? പ്രാർത്ഥിച്ചോളൂ കൃഷ്ണ തുളസി, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കൃഷ്ണ തുളസി എന്ന് വിളിച്ചത് എന്തിനാണെന്നോ? ചുമ്മാ ഒരു രസത്തിന്. നിനക്ക് അറിയില്ല അല്ലേടി ഞാൻ എന്തിനാ കൃഷ്ണ തുളസി എന്ന് വിളിച്ചെന്ന്? നാവരിയുകാന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്തെ ശിക്ഷാരീതിയാ. വേദം പഠിക്കാൻ അർഹതയില്ലാത്തവർ അത് ചെയ്താൽ നാവരിഞ്ഞ് കളയുമായിരുന്നത്രേ. അരുന്ധതിയും ആ ശിക്ഷാവിധിയാ നടപ്പിലാക്കിയത്. പാട്ടുപാടാൻ യോഗ്യതയില്ലാത്തവളുടെ നാവരിയുക. നിന്റെ ശബ്ദമില്ലാതാക്കിയത് ഞാൻ തന്നെ അടി, ഈ അരുന്ധതി. അതേടി, എന്നെ ചതിച്ച നിന്റെ നാവ് ഇനി ഉയരാൻ പോകുന്നില്ല. നിന്റെ പാട്ട് ജീവിതത്തിന് ഞാൻ പട്ടട ഒരുക്കിയടി. നിലവിളിച്ച് അച്ഛനെ അമ്മയെ അറിയിക്കാൻ നോക്കാണോ? വിളിക്ക്, നിലവിളിക്ക്, ഞാനൊന്ന് കാണട്ടെ. നീ എന്നെ തോൽപ്പിച്ച് കളയാന്ന് കരുതിയല്ലേടി? നോക്ക്, എന്റെ മകൾക്ക് ഭീഷണിയാവുന്ന ഏതിനെയും ആരെയും ഞാൻ വെട്ടിവീഴ്ത്തും. ഇന്ന് നിന്റെ ശബ്ദമേ ഇല്ലാതാക്കിയിട്ടുള്ളൂ, നാളെ നിന്നെ തന്നെ ഇല്ലാതാക്കും. കൃഷ്ണ തുളസിയുടെ പാട്ട് ആദ്യം കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് നിന്റെ ശബ്ദമല്ലേന്ന്. ഞാനത് നിന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ നീ തന്ത്രത്തിൽ അങ്ങ് ഒഴിഞ്ഞു മാറി. പക്ഷേ എന്റെ നിഴൽ നിന്റെ പിറകെ ഉണ്ടെന്ന് നീ അറിഞ്ഞില്ല. കൊടുക്ക്, സൺഷൈൻ കമ്പനിക്ക് കൃഷ്ണ തുളസിയുടെ പുതിയ ആൽബം കൊടുക്ക്.
കാണട്ടെ. ഇത് നീയായിട്ട് ചോദിച്ചു വാങ്ങിയ വിധിയാ. പക്ഷെ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാനൊരവസരം തരാം. ശബ്ദം നഷ്ടപ്പെടുത്തിയതുപോലെ അത് തിരിച്ചു കിട്ടാനും ഒരു വഴിയുണ്ട്, ഒരു മറുമരുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ആ മറുമരുന്ന് കിട്ടും. നിനക്ക് ഞാൻ ആ മരുന്ന് തരാം. നിന്റെ ശബ്ദം തിരിച്ചു കിട്ടും. നിനക്ക് വീണ്ടും പാടാം. പക്ഷേ നീ പാടുന്നത് വിസ്മയക്ക് വേണ്ടിയാവണം. നിനക്ക് വേണ്ടി നീ ഇനി പാടരുത്. കുറച്ചുകൂടി വ്യക്തമായ കരാറുണ്ടാക്കും. ഇതിൽ നീ ഒപ്പിട്ട് തന്നാ മതി. എഴുതി ചേർക്കേണ്ടതൊക്കെ ഞാൻ എഴുതിക്കോളാം. നീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ കരാറ് രജിസ്റ്റർ ചെയ്യും, മറുമരുന്നും തരും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായിട്ട് പോകാം. ജഗനും ഞാനും ചേർന്നുള്ള പുതിയ മ്യൂസിക് കമ്പനിയുടെ കാര്യങ്ങൾ നീ അറിഞ്ഞല്ലോ. അതിലൂടെ ആൽബങ്ങൾ ഇറക്കാം. കൃഷ്ണ തുളസി യഥാർത്ഥത്തിൽ വിസ്മയാണെന്ന് ലോകത്തോട് പറയാം. സ്റ്റേജ് പ്രോഗ്രാമുകൾ കുറച്ചിട്ട് ആൽബങ്ങളുടെ എണ്ണം കൂട്ടാം. സ്റ്റുഡിയോയിൽ നിന്ന് പാടുമ്പോ സ്റ്റേജിൽ പാടുന്ന റിസ്ക് ഇല്ലല്ലോ. എന്തു പറയുന്നു ശ്യാമേ? ഇറങ്ങിപ്പോ. ഞാൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചില്ല. നിന്റെ ശബ്ദമില്ലാതാക്കിയത് ഞാനാണെന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണോ വിചാരിക്കുന്നത്? നോക്ക്, നിനക്ക് ശബ്ദം തിരികെ കിട്ടണമെങ്കിൽ എന്നെ അനുസരിക്കണം. നിന്റെ ദൈവവും നിന്റെ ഭർത്താവും കൂടി ശബ്ദം തരുമെന്നാണോ? നമുക്ക് കാണാടി. നിനക്ക് ശബ്ദം കിട്ടുന്നതേ നമുക്ക് കാണാം. പരീക്ഷിച്ചത് മതിയായില്ലേ ദേവ? അരുന്ധതി പറഞ്ഞതൊക്കെ സത്യാണോ? അതോ എന്നെ പേടിപ്പിക്കാനും വശത്താക്കാനും വേണ്ടിയുള്ള അടവാണോ? ഞാൻ എന്തായാലും ആരെ അറിയിക്കുന്നില്ല. ഇപ്പൊ ഇത് പറഞ്ഞ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കുറച്ചു ദിവസം കൂടി നോക്കിയിട്ട് ഒക്കെ പറയാം. നീ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ കൃഷ്ണ? ആരാ? എന്താ? ഞാൻ വൈദ്യുരൊന്ന് കാണാൻ വന്നതാ. എനിക്കൊരു മരുന്ന് വേണം. എന്തു മരുന്നാ വേണ്ടത്? ഒരാളെ ഒന്ന് ഒതുക്കണം. ആള് വലിയ ശല്യ. അതിന് സാറ് പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. ഞാനെന്ത് ചെയ്യാനാ? എനിക്കറിയാം
വൈദ്യന്റെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന്. ആളെ തളർത്തി കിടത്തുക, ഊമയാക്കുക, കൈയും കാലും ഒക്കെ സ്തംഭിപ്പിക്കുക. ആ, അങ്ങനെ അങ്ങനെ. എനിക്കതൊന്നും അറിയില്ല. പല ഒടിവോ ചതവോ വാതരോഗങ്ങളോ അതിനൊക്കെയുള്ള മരുന്നേ ഉള്ളൂ. ദേ ഇത് വെച്ചോ. സാറിന് എന്തിനുള്ള മരുന്നാ വേണ്ടത്? ഒരാളെ ഒന്ന് ഊമയാക്കണം. എന്നുവെച്ചാ വർത്തമാനം പറയരുത്, നാവ് സ്തംഭിപ്പിക്കണം. മരുന്ന് തരാം, എനിക്ക് കുഴപ്പം വരരുത്. ഏയ്, ഒരു കുഴപ്പം വരില്ല വൈദ്യരെ, ധൈര്യമായിട്ട് തന്നോ. ഈ മരുന്ന് കൊടുക്കേണ്ട ആള് ആണാണോ പെണ്ണാണോ? പെണ്ണാ വൈദ്യരെ. ശരി. ഈ കാഴ്ച കളയാനും കാല് കുഴയാനൊക്കെ മരുന്നുണ്ടല്ലേ? എല്ലാത്തിനും ഉണ്ട്. ദാ. ഇതെങ്ങനെയാ കൊടുക്കണ്ടേ? പാലിൽ ചേർത്ത് കൊടുത്താൽ മതി. സന്ധ്യ കഴിഞ്ഞ് വേണം കൊടുക്കാൻ. ആ, ഇത് പാലിൽ ചേർക്കുമ്പോ പാലിന്റെ നിറം മാറില്ലേ? ഇല്ലില്ല, പാല് വെളുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്? അതെ. എന്നാ നമുക്ക് പോയാലോ? ആ, എങ്ങോട്ട്? വൈദ്യര് വാ, പറയാം. എങ്ങോട്ട് പോവാന്നാ പറയുന്നേ? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? ദ്രോഹി! എന്റെ ശ്യാമയുടെ ശബ്ദം കളഞ്ഞ് ഞാൻ വെറുതെ വിടില്ല. സാറേ, എന്നോട് ക്ഷമിക്കണം. കുറച്ച് ദിവസം മുമ്പ് നീ മരുന്ന് കൊടുത്തിരുന്നോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കളയാൻ? സാറേ, കൊടുത്തിരുന്നു സാറേ. എന്റെ ഭാര്യയായിരുന്നോ അത്? എന്റെ ശ്യാമ. പറ, ആരാ നിന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയത്? പറഞ്ഞോ. അതെനിക്ക് അറിയില്ല സാറേ. അയ്യോ, പറയണോ. എനിക്കറിയില്ല സാറേ. അറിയില്ലല്ലേ? എനിക്കറിയില്ല. നിന്റെ ജീവിതം മുഴുവനും നീ ഇനി ജയിലില്ല. ഇനി നീ ആരും ഇങ്ങനെ കൊല്ല ചെയ്യില്ല. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. സാറേ, അയ്യോ സാറേ, ഈ എന്നെ വിട്ടേക്ക് സാറേ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക് സാറേ. അയ്യോ സാറേ, സാറേ എന്നെ വിട്ടേക്ക്. ഞാൻ മറുമരുന്നുണ്ടാക്കി തരാം. എന്ത് മരുന്ന്? ശബ്ദം ഇല്ലാതാക്കാൻ മരുന്നുള്ള പോലെ ശബ്ദം തിരിച്ചു കിട്ടാനും മരുന്നുണ്ട് സാറേ. സാർ എന്നെ വിട്ടയച്ചാൽ ഞാൻ മറുമരുന്നുണ്ടാക്കി തരാം. നിക്കണം. നീയാണോ ദൈവം? ദൈവം എന്ന് വെച്ചാലേ രക്ഷകനാ, നല്ലവരുടെ രക്ഷകൻ, നന്മയെ രക്ഷിക്കുന്നവൻ. നീ ദുഷ്ടരെയാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കള്ള വൈദ്യരെയും നീ രക്ഷിച്ചു. ഇത്രയ്ക്ക് ക്രൂരത ഞങ്ങളോട് കാണിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ?
പാവ ശ്യാമ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നതിന് നിന്നെ പൂജിക്കാനായിട്ടാ. ആരൊക്കെയോ പറയുന്നത് കേട്ടു, ദൈവം ശ്യാമയെ പരീക്ഷിക്കുന്നതാണെന്ന്. ശ്യാമ എന്താ പരീക്ഷണ വസ്തുവാണോ? നിങ്ങളൊന്നും ദൈവങ്ങളല്ല, പ്രതിമകളാ, വെറും പ്രതിമകൾ. അന്ന് എന്റെ ശ്യാമയെ കാണാതായപ്പോ അന്ന് ഈ ദൈവത്തിന്റെ മുന്നില് ഞാൻ കയ്യിൽ കർപ്പൂരം കത്തിച്ചു. അതൊക്കെ മണ്ടത്തരമായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി. ദൈവം എന്ന് പറയുന്ന ഒരാളില്ല, ഉറപ്പാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരു ദുഃഖം സഹിക്കേണ്ടി വരില്ലായിരുന്നു. എങ്ങനെ സാധിച്ചു അവളുടെ ശബ്ദം തിരിച്ചെടുക്കാൻ? എത്ര മന്ത്രങ്ങളാ ആ ശബ്ദത്തില് നിങ്ങൾക്ക് വേണ്ടി ജപിച്ചത്. ശ്യാമയോട് നിങ്ങൾ കാണിച്ച ഈ ക്രൂരത കാരണം ഞാനിതാ എന്റെ വിശ്വാസം അവസാനിപ്പിക്കുന്നു. ഇല്ലാത്ത ഒരാളെ വെറുതെ പൂജിച്ച് സമയം കളയുന്ന എന്തിനാ? ദൈവം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഏതെങ്കിലും രൂപത്തിൽ കിട്ടുമായിരുന്നു. സാറേ, ആ മയിൽപ്പീലി ഇറങ്ങിയോളയല്ലേ? എന്റെ കയ്യിൽ നിന്ന് പറന്നുപോയതാ ഈ മയിൽപ്പീലി. കൊണ്ടുപോ നിന്റെ മൈപ്പില്ലേ. സാറൊരു ചൂടൻ സാറാണല്ലോ. നോക്ക്, ഭ്രാന്തിന്റെ വക്കിലെത്തി നിക്ക. എന്റെ മുമ്പിൽ പോ. കലിപ്പി തന്നെ ആണല്ലോ. ദേ വേണ്ട, നീയും എന്നോട് സംസാരിക്കണ്ട. ആ ദേ നോക്ക്, ഞാൻ നിന്നെ ഉപദേശിക്കുക. അമ്പലത്തില് ദൈവങ്ങൾക്ക് പൂ കെട്ടിക്കൊടുത്ത് ജീവിക്കുന്നവനല്ല നീ പോയി രക്ഷപ്പെടാൻ നോക്ക്. നിനക്കൊരു ആപത്ത് വന്നാ ഈ ദൈവങ്ങള് നിന്നെയും കൈവിട്ട് കളയും. അതിന് ഞാൻ ദൈവത്തെ പൂജിക്കുന്നത് ഫലത്തിന് വേണ്ടിട്ടല്ലല്ലോ സാറേ. ഇങ്ങോട്ടെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് കൈക്കൂലി കൊടുക്കും പോലെ ആവില്ലേ സാറേ? ദൈവം ആരെ ഉപദ്രവിക്കാതെ ഒരിടത്തിരിക്കുന്നു. നമ്മളല്ലേ അങ്ങോട്ട് ചെന്ന് ഓരോ വാക്ക് കൊടുക്കുന്നത്. പരീക്ഷയിൽ ജയിപ്പിച്ച പായസം തരാം, കല്യാണം കഴിപ്പിച്ച തുലാഭാരം, അസുഖം മാറ്റിയ മുഴുക്കാപ്പ്. അപ്പോഴും ദൈവം ഉണ്ടായിരിക്കല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് പേരുദോഷം ദൈവത്തിനും. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ശ്യാമയുടെ ശബ്ദം പോയതാ. ഷമീസിക്ക് ഇതുവരെ സംസാരിക്കാൻ പറ്റിയില്ല സാറേ. ഇല്ല കണ്ണ, ആ അവസ്ഥയില് സാറിന് ദേഷ്യം തോന്നാം. നിനക്കറിയാലോ ശ്യാമയെ, ഈശ്വര ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. എന്നിട്ടാ ഈശ്വരൻ ശബ്ദം ഇല്ലാണ്ടാക്കിയത്. ദേഷ്യം വരില്ലേ കണ്ണ? എന്റെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാർ ഇപ്പൊ ദൈവത്തിനോട് ചൂടാവുന്നു. ആ ചൂടാവലിനൊരു കാരണമുണ്ട് അല്ലേ? ആ ഉണ്ട്. ഞാൻ എന്താ സാറിന്റെ അടുത്ത് വന്നതിനും കാരണമുണ്ട്. ഈ മയിൽപ്പീലി എടുക്കാനാ ഞാൻ വന്നത് അല്ലേ? ആ. അങ്ങനെയാകുമ്പോ ദൈവം കാണിക്കുന്നതിനും എന്തെങ്കിലും കാരണം കാണില്ലേ? സാറ് കുറച്ചു മുമ്പേ ദൈവത്തിനോട് ചൂടായി, ദൈവം കരിങ്കല്ലാണെന്ന്. അല്ല, അത് നീ എങ്ങനെ കേട്ടു? നീ പിന്നീടല്ലേ വന്നേ? ഞാൻ ദേ അവിടെ നിൽക്കായിരുന്നു. സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ എല്ലാം കേൾക്കുന്ന ആളാണെന്ന് സാറിനോട് പറഞ്ഞിട്ടില്ലേ? എന്തായാലും നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ചൊരു സമാധാനം കിട്ടി. പക്ഷേ ശ്യാമയുടെ ശബ്ദം, അതും കിട്ടും സാറേ. ഒക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് പറഞ്ഞാ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കും, ശ്യാമേച്ചി പരീക്ഷണ വസ്തുവാണോന്ന്. ഈ അല്ല, ഞാനത് പറയുമ്പോ നീ ഇവിടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്യാമേച്ചി മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിന്റെ പരീക്ഷണ വസ്തുവാ സാറേ. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പണ്ഡിതന്മാരുടെ പ്രഭാഷണം നടക്കും, അവിടെ കേട്ടത് പറഞ്ഞതാ. നീ പറഞ്ഞതുപോലെ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമോ കണ്ണാ? കിട്ടും. പക്ഷേ
സാർ അഗ്നിപ്രവേശ പൂജ ചെയ്യണം.